ഇന്ന് ഏപ്രിൽ 4. അമേരിക്കയുടെ 9ാമത്തെ പ്രസിഡന്റായിരുന്നു വില്യം ഹെൻറി ഹാരിസൺ മരിച്ചത് 1841 ഏപ്രിൽ 4-നായിരുന്നു. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്ന ഹാരിസൺ 1841 പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അമേരിക്കയിൽ ആ സ്ഥാനം അലങ്കരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. കേവലം 32 ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം പ്രസിഡന്റ് പദവിയിലുണ്ടായിരുന്നത്. പദവിയിലിരിക്കെ മരണപ്പെടുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റും ഏറ്റവും കുറഞ്ഞ കാലം പ്രസിഡന്റ് പദവിയിലുണ്ടായിരുന്ന ആളും ഹാരിസണാണ്. അമേരിക്കൻ പൗരാവകാശ പ്രവർത്തകനായിരുന്ന മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ കൊല ചെയ്യപ്പെട്ടത് 1968 ഏപ്രിൽ 4-നാണ്. ടെന്നീസിൽ മെംഫിസിലെ ലോറൈൻ മോട്ടലിലെ ഒരു ബാൽക്കണിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ജെയിംസ് എയർ റേ എന്നയാളാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. 1925 ജനുവരി 15-ന് അറ്റ്ലാന്റയിൽ ജനിച്ച അദ്ദേഹം മോണ്ട് ഗോമറി ബസ് ബഹിഷ്കരണത്തിലൂടെയാണ് പൗരാവകാശ പ്രവർത്തനങ്ങളിലേക്ക് പ്രത്യക്ഷമായി ചുവടുവെക്കുന്നത്. അതിൻ്റെ ഫലമായാണ് പൊതുഗതാഗത സംവിധാനത്തിലുള്ള വർഗീയ വേർതിരിവ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത്. 1963 ടൈം മാഗസിന്റെ മാൻ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് 1964 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ ആദ്യമായി ഒരു കൃത്രിമ ഹൃദയം ഘടിപ്പിക്കപ്പെട്ടത് 1969 ഏപ്രിൽ 4-നായിരുന്നു. ഡെൻഡൻ കൂലി എന്ന പ്രശസ്ത കാർഡിയോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ഇത് നടന്നത്. സിലിക്കൺ കൊണ്ടുണ്ടാക്കിയ ഹൃദയമാണ് 47 വയസ്സുണ്ടായിരുന്ന ഒരു ഹൃദ്രോഗിയിൽ അദ്ദേഹം ഘടിപ്പിച്ചത്. ഒരു ദാതാവിനെ കണ്ടെത്തി ഹൃദയം മാറ്റിവെക്കുന്നതുവരെ രോഗിയെ ജീവനോടെ നിലനിർത്തുകയായിരുന്നു ലക്ഷ്യം. പുതിയൊരു ഹൃദയം രോഗിയിൽ വച്ചു പിടിപ്പിക്കുന്നതുവരെ 64 മണിക്കൂർ കൃത്രിമ ഹൃദയത്തിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി. പക്ഷേ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കേവലം 32 മണിക്കൂർ മാത്രമേ രോഗി ജീവിച്ചിരുന്നുള്ളൂ.